ഞാൻ എന്തുവാ ഈ ചുമന്നിടരുന്നല്ല നിങ്ങൾ ആലോചിച്ചത്? വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കപ്പയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിൻ്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, എപ്പം നോക്കിയാലും കപ്പ പുഴുങ്ങിയതും കപ്പ കൊഴിച്ചതും മാത്രമേ ഉള്ളൂ എന്ന്. അതങ്ങനല്ല കേട്ടോ. ഇവിടുത്തെ അമ്മയൊക്കെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ വന്നപ്പോൾ അത് ചീഞ്ഞ് പോകണ്ടെന്ന് വെച്ചിട്ട് അവർ വളർന്നപ്പോൾ അതങ്ങ് എടുത്തിട്ട് എല്ലാവരും ഈക്വലി ഷെയർ ചെയ്ത് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കപ്പ കിട്ടിക്കഴിഞ്ഞാൽ പൊയ്ക്കോളൂല്ലേ, എല്ലാവർക്കും കപ്പ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് പുഴുങ്ങുകയും ചെയ്യാം, കുറച്ചെടുത്ത് കപ്പ വറ ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കപ്പയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഒരു ചെറിയ തിള വരുന്നത് വരെ ഒന്ന് വെള്ളത്തിൽ വേവിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി പച്ചവെള്ളത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മളത് കുഞ്ഞു കുഞ്ഞു കുനുകുനാ കഷ്ണങ്ങളായി അരിയുക. എന്നിട്ട് നമ്മുടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ കുനുകുനാ അരിഞ്ഞ കഷ്ണങ്ങളുണ്ടല്ലോ കപ്പയുടെ, അത് അതിലേക്ക് തട്ടിക്കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും കൂടി തളിച്ചിട്ട് ആ കപ്പ വറുത്തത്, അതായത് കപ്പ വറ ഇട്ട് കൊടുക്കുക. നമ്മുടെ കപ്പ വറ റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഉപ്പ് കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിലും ഇല്ല, ഇടക്കിടക്ക് ചെറിയ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കപ്പ വറ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.